ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലേസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഏതായാലും ചൊവ്വാഴ്ചയാണ്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടിയാണ്. സെപ്റ്റംബറിലെ രണ്ടാമത്തെ എക്സ്പയറിയിലേക്കാണ് കിടക്കുന്നത്. ഏതായാലും അതിനെ സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പയറി ഡേക്ക് മുന്നോടിയായിട്ട് ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും ത്രൂ ഔട്ട് ദ ഡേ ഒരു കൺസോളിഡേറ്റഡ് മോഡിലായിരുന്നു നിഫ്റ്റി 50 എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ എക്സ്പെക്ടേഷൻസും ഒക്കെ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലത്തെ ഒരു യുഎസ് സൂചികകളെ പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ളൊരു മുന്നേറ്റമാണ് യുഎസ് വിപണികൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. വീണ്ടും പ്രത്യേകിച്ച് നാസ്ഡാക്കിലേക്ക് എത്തുകയും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡൗ ജോൺസ് സൂചിക പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ S&P 500 സൂചികയാണെങ്കിലും ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യുഎസ് വിപണികളിലുള്ള തുടർച്ചയായിട്ടുള്ള ഈ ഒരു ബുള്ളി സെറ്റപ്പിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിന്റെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 45,757 നിലവിലുള്ള ഓൾ ടൈം ഹൈ. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. എങ്കിലും ഒരു ഇഷ്യൂ ഓഫ് കൺസേൺ, ഇന്നലെ നമുക്ക് പല ബാങ്കിങ് മേജേഴ്സിലും നമുക്ക് ഇന്നലെ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക, സിറ്റി ബാങ്ക് മുതലായ എല്ലാ ബാങ്കിങ് ഹെവി വെയ്റ്റ്സിലും പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടായിരുന്നു. സോ എത്രത്തോളം ഈ പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുന്നു അതിന്റെ അടിസ്ഥാനത്തായിരിക്കും എത്ര പെട്ടെന്ന് നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുമെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് പല ടെക്നോളജി മേജേഴ്സിന്റെ കേസിലും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. നിലവിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 24,000 പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് ഈ രണ്ട് ഇൻഡെക്സിലും മേജർ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അതിനൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഗോൾഡിൽ വളരെ ഹെവി ആയിട്ടൊരു മുന്നേറ്റമാണ് കാണുന്നത്. ഇൻട്രാഡേയിൽ 3654.73 എന്നൊരു പുതിയ സർവ്വകാല ഉയരം മറികടന്നിരിക്കുകയാണ്. $3,600 മറികടന്നുകൊണ്ടുള്ളൊരു വലിയൊരു കുതിപ്പാണ് കാണുന്നത്. ഈ ഒരു തുടർച്ചയായിട്ടുള്ള ഗോൾഡിലേക്കുള്ളൊരു മുന്നേറ്റവും ഒപ്പം തന്നെ തുടർച്ചയായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന നിക്ഷേപത്തെയും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇൻസൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ആണോ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്? നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കൻ ഡോളറിൽ ഒത്തിരി വീക്ക്നെസ് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യൂഷ്വലി US ഡോളറും സ്വർണവും തമ്മിലൊരു ഇൻവേഴ്സ് കോറിലേഷനാണ് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിൽ വീക്ക്നെസ് കാണുന്ന സമയത്ത് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് സ്വർണം വാങ്ങുന്ന ഒരു സ്ഥിതി നമ്മൾ കാണാറുണ്ട്. സോ അറ്റ് ദിസ് പോയിന്റ് ആ ഒരു കോറിലേഷനാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത്. അമേരിക്കൻ ഡോളർ ഒരു വശത്ത് വീക്കാവുന്നു, അതേസമയം സ്വർണത്തിന്റെ വില കുതിക്കുന്നു. സ്വർണം അറ്റ് ദ മൊമെന്റ് അല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു കറക്ഷനും സ്വർണത്തിന്റെ കേസിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ, എസ്പെഷ്യലി നമ്മളൊരു ട്രേഡിംഗ് പർപ്പസിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $3,650 ലെവലിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അപ്പോൾ തന്നെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡോളർ ഇൻഡെക്സിൻ്റെ കേസ്. ഡോളർ ഇൻഡെക്സിലേക്ക് തന്നെയാണ് വരുന്നത്. ഡോളർ ഇൻഡെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നില്ല. ഇന്നും ഇപ്പോൾ ഒരു ഫ്യൂച്ചേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും ഒരു ഇടിവ് തന്നെയാണ് കാണുന്നത്. 97.352 എന്ന നിലയിലാണ് ഡോളർ ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഡോളർ ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ഡോളർ ഇൻഡെക്സിന്റെ ബേസിസ് ഇസ് വീക്ക്. സോ അമേരിക്കൻ ഡോളർ ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ഒരു സപ്പോർട്ട് 97 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ സപ്പോർട്ട് 96 പോയിന്റിലോ കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ ഈ ആഴ്ച ആദ്യത്തെ ആ ഒരു സപ്പോർട്ട് 97 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഒത്തിരി വീക്ക്നെസ് ഡോളർ ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. ഇതിൽ എടുത്തു പറയാനുള്ള പൗണ്ട് സ്റ്റേർലിംഗിന്റെ കേസ്. പൗണ്ട് സ്റ്റേർലിംഗ് ആൻഡ് യൂറോ വളരെ ശക്തി കാഴ്ചവെക്കുന്നുണ്ട്. സോ അമേരിക്കൻ ഡോളറിൽ തൽക്കാലം നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി.
സർ, അപ്പം ക്രൂഡിലേക്ക് കൂടി വരികയാണ്. ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലത്തെ ഒരു ലേറ്റ് അവേഴ്സ് പരിശോധിക്കുമ്പോൾ വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെയും ഏർലി അവേഴ്സിലും വളരെ ശക്തമായിട്ടുള്ള ഒരു സെൽ ഓഫ് തന്നെയാണ് ക്രൂഡിൽ കാണാൻ സാധിച്ചത്. നിലവിൽ ആ ഒരു ഇത് രേഖപ്പെടുത്തിയെങ്കിൽ പോലും അവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഇപ്പോൾ ക്രൂഡിന് സാധിക്കുന്നുണ്ട്. നിലവിൽ ഏകദേശം 0.5% മുകളിലുള്ള ഒരു മുന്നേറ്റത്തിലാണ് ബ്രെൻറ്റും അതിനോടൊപ്പം തന്നെ WTI ക്രൂഡും ട്രേഡ് ചെയ്തു വരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഈ ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ഒത്തിരി റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ഒരു നല്ല ഷോർട്ട് ടേം ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിരുന്നു. ബട്ട് എങ്കിലും കഴിഞ്ഞ 2-3 സെഷൻസിൽ വന്നിരിക്കുന്ന ആ ഒരു സെല്ലിങ്ങിനെ തുടർന്ന് വീണ്ടും ആ ഒരു സെറ്റപ്പ് നെഗേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട WTI ക്രൂഡിന്റെ കേസിൽ $61 സപ്പോർട്ട് ആയിരിക്കണം. ഈ ആഴ്ച ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോഴേക്കും ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ പ്രധാനമായിട്ടും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഒരു കൺസോളിഡേറ്റഡ് മൂവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം ഒരു 130-135 പോയിൻറ്റ്സിനിടയിൽ നിന്നുകൊണ്ടായിരുന്നു പ്രധാനമായിട്ടും ഒരു ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേ ഹൈ ആയിട്ടുള്ള 24,885 എന്നൊരു ലെവൽ ടെസ്റ്റ് ചെയ്തു എങ്കിൽ പോലും തൊട്ടടുത്ത മിനിറ്റുകളിൽ തന്നെ ഒരു വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 24,800 എന്നൊരു ലെവലും കൈവിട്ടുകൊണ്ടാണ് ഇന്നലെ നിഫ്റ്റി 50 ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നിഫ്റ്റി 50 ഉണ്ടാകുന്ന ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മുന്നോട്ടേക്കും ഒരു കൺസോൾട്ടേഷൻ ഫേസ് തന്നെ എക്സ്പെക്ട് ചെയ്യാമോ? അല്ല, നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസുമായിട്ട് കാണുന്നത്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 25,000 പോയിന്റ്. ഐ വുഡ് സേ ഒരു 50-50 ചാൻസ് ഉണ്ട് ഈ ആഴ്ച ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 25,250. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നിഫ്റ്റി 50 കാണാൻ സാധിക്കും. നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും ഈ നേരത്തെ പോലെ പറഞ്ഞതുപോലെ തന്നെ ഒരു നിഫ്റ്റി 50നെ മിറർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു നിഫ്റ്റി ബാങ്ക് സൂചികയിലും കാണാൻ സാധിച്ചത്. ഡേ ഹൈയിലേക്ക് എത്തുന്നു, പിന്നെ അവിടെ നിന്നൊരു ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുന്നു, പിന്നെ ക്ലോസ് ചെയ്യുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ടോണിലാണ്. നിഫ്റ്റി ബാങ്ക് സൂചികയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ട് കാണുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 55,600 പോയിന്റ് ആയിരിക്കും. അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. എങ്കിലും ബാങ്കിങ് മേഖലയിൽ എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ഹോഴ്സ് എന്ന് പറയാവുന്ന ഒരു സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക്. ഒരു ഡിസ്ക്ലോഷർ എനിക്ക് ഓൾറെഡി നിലവിൽ ഒരു പൊസിഷൻ IDFC ഫസ്റ്റ് ബാങ്കിലുണ്ട്. എങ്കിലും IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സിനെ അപേക്ഷിച്ച് ഷോർട്ട് ടേമിൽ നമുക്കൊരു നല്ല ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 73.50 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ല നേട്ടം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സർ, ബാങ്കിങ് സൂചികയിൽ തന്നെ യൂണിയൻ ബാങ്കിലേക്ക് കൂടി വരികയാണ്. യൂണിയൻ ബാങ്ക് ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു പക്ഷേ കഴിഞ്ഞൊരു PSU ബാങ്ക് ഓഹരികളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു മുന്നേറ്റം ഒരു വളറ്റിലിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ PSU ബാങ്ക് സൂചികയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും മികച്ച ഒരു മുന്നേറ്റം നടത്തിയ ഒരു ഓഹരിയായിട്ടാണ് യൂണിയൻ ബാങ്ക് ഓഹരികളെ കാണുന്നത്. ഏകദേശം 0.5% ഒരു നേട്ടം നൽകാനായിട്ട് ഈ ഒരു ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. യൂണിയൻ ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി യൂണിയൻ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ PSU ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇറ്റ് ഈസ് ആക്ച്വലി ദ സ്മോൾ ക്യാപ്പ് PSU ബാങ്കിങ് സ്റ്റോക്ക്. അതിൽ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കേസിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും മികച്ച ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 40.60 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
സർ, ഇന്നലത്തെ ഒരു സ്റ്റാർ പെർഫോമർ സെക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓട്ടോ സൂചികയായിരുന്നു. 3% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ഓട്ടോ ഇൻഡെക്സ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഫെസ്റ്റ് സീസണിൽ ഡിമാൻഡ് ഉയരുമെന്നും സെയിൽസ് വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷകൾ തന്നെയാണ് സൂചികയെ ട്രിഗർ ചെയ്തിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ഈ ഒരു സെക്ടറിൻ്റെ മുന്നേറ്റത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഓട്ടോ ഇൻഡെക്സ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിന് ശേഷം കണ്ടവാനം നേട്ടം നമുക്ക് നൽകിയിട്ടുണ്ട്. ആൻഡ് ഓട്ടോ ഇൻഡെക്സിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓട്ടോ ഇൻഡെക്സിന് മുന്നിൽ ഇപ്പൊ എനിക്ക് ഒരേ ഒരു റെസിസ്റ്റൻസേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിന്റെ ഓൾ ടൈം ഹൈ നിലവിലുള്ളത് 27,640 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോടൊപ്പം തന്നെ ഓട്ടോയിൽ തന്നെ ഒലയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ, ഓട്ടോ സെക്ടറിലെ ഒലയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് വരുന്നത്. ഒലയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു. എന്നാൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒല ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒല ഇലക്ട്രിക്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നമുക്ക് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിച്ചത്. എങ്കിലും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ തൽക്കാലം മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ പൊസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 55 രൂപ മുതൽ 58 രൂപ വരെ. ഈ ഒരു റേഞ്ചിൽ സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഡിഫൻസും ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ഡിഫൻസ് ഓഹരികളെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തിൽ പ്രത്യേകിച്ചും അടുത്തൊരു 15 വർഷത്തേക്കുള്ളൊരു റോഡ് മാപ്പ് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ട് ധാരാളം പുതിയ എക്യുപ്മെൻറ്റ്സും അതിനോടൊപ്പം തന്നെ റാഫേൽ ജെറ്റ് അടക്കമുള്ള വിമാനങ്ങൾ അല്ലെങ്കിൽ റാഫേൽ ജെറ്റ് അടക്കമുള്ള വിമാനങ്ങളൊക്കെ ഉപയോഗിക്കണമെന്നടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ പൊതുവെ ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡിഫൻസ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡിഫൻസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ്വേസ് ആയിട്ട് പല സ്റ്റോക്സിലും കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് ഡിഫൻസ് മേഖലയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഭാരത് ഫോർജ്. ഭാരത് ഫോർജിന്റെ കേസിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1240 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. നമ്മൾ ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഇതിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് കൊച്ചിൻ ഷിപ്പ് യാർഡ്. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1700 രൂപയിലാണ് കാണുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1790 മുതൽ 1820 ഈ റേഞ്ച് ആയിരിക്കും മേജർ റെസിസ്റ്റൻസ്. 1820 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. സർ, കൊച്ചിൻ ഷിപ്പ്യാർഡിനോടൊപ്പം തന്നെ മെസഗോൺ ടോക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? മാസഗോൺ ഡോക്കിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 2880 രൂപ. അടുത്തായിട്ട് മെറ്റൽ സ്റ്റോക്സിലേക്കാണ് വരുന്നത്. ആദ്യമായിട്ട് ചോദിക്കുന്നത് സെയിലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. സെയിലിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഏകദേശം 1.5% മുകളിലൊരു മുന്നേറ്റം നടത്തി ട്രേഡിംഗ് അവസാനിപ്പിച്ച ഓഹരി കൂടിയാണ് സെയിൽ എന്ന് പറയുന്നത്. മെറ്റൽ സൂചിക ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തത്. പക്ഷേ ആ ഒരു ഇന്നലത്തെ ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും സൂചികയെക്കാളും ഒരു ഔട്ട് പെർഫോമൻസ് നടത്തിയ ഒരു ഓഹരി കൂടിയാണ് സെയിൽ. സെയിലിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സെയിലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് തുടർച്ചയായിട്ട് നേട്ടം കിട്ടിയിരിക്കുന്നത്. ബട്ട് ഈ സ്റ്റോക്കിലെ കാര്യമായിട്ടൊരു ഇമ്മീഡിയറ്റ് അപ്സൈഡ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കാര്യം ഈ സ്റ്റോക്കിൽ 140 രൂപയിലും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 145-ലും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 155-ലും റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അതിനോടൊപ്പം തന്നെ മറ്റ് മെറ്റൽ സൂചികയിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? ഓവറോൾ മെറ്റൽ സ്റ്റോക്സിലൊക്കെ തന്നെ നമുക്ക് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഈ ഒരു സെക്ടർ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒത്തിരി റിവാർഡിംഗ് ആയിട്ടൊരു റിസ്ക് റിവാർഡ് റേഷ്യോ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല പല സ്റ്റോക്സിലും. സോ തൽക്കാലം ബെറ്റർ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഉള്ള പല മറ്റ് മേഖലകളുണ്ട്. അവിടെ ആയിരിക്കാം നമ്മുടെ ഫോക്കസ് വരും ദിവസങ്ങളിൽ.
ഇന്നലെ ഏറ്റവും കൂടുതൽ നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്തൊരു സെക്ടർ എന്ന് പറയുന്നത് IT സൂചികയായിരുന്നു. ഏകദേശം 0.9% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് IT സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത്. IT ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IT ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഏകദേശം ഒരു 2-3 ആഴ്ചകൾക്ക് മുൻപ് ഞാൻ ഈ ഒരു ഇൻഡെക്സിനെ ഒരു ഡാർക്ക് ഹോഴ്സ് അല്ലെങ്കിൽ ഡാർക്ക് ഹോഴ്സ് സെക്ടർ എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് അതിനുശേഷം ഈ ഇൻഡെക്സിൽ നമുക്കൊരു നല്ല റിക്കവറി കാണാൻ സാധിച്ചിരുന്നെങ്കിലും വീണ്ടും ഈ സ്റ്റോക്ക് ഇൻഡെക്സിൽ നമുക്ക് അല്പം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 34,200 പോയിന്റ് ആയിരിക്കണം. ഈ ആഴ്ച ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഇൻഡെക്സിൽ വളരെ ലോ റിസ്കിൽ ബൈങ് അവസരങ്ങൾ ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഇൻഫോസിലേക്ക് കൂടി വരികയാണ്. ഇൻഫോസിനെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ഒരു 5ഓളം ട്രേഡിംഗ് സെഷൻസിനായിട്ട് തുടർച്ചയായിട്ടൊരു ഇടിവാണ് കാണുന്നത്. ഇന്നലെയും ഏകദേശം 0.5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻഫോസിസ് ഓഹരികളുള്ളൊരു വ്യൂ എന്താണ്? ഇൻഫോസിസിന്റെ കേസിലും നിഫ്റ്റി IT ഇൻഡെക്സിൽ കാണുന്ന അതേ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഇൻഫോസിസിന്റെ കേസിൽ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1400 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് പുതിയൊരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ മോസ്റ്റിപ്പ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. മോസ്റ്റിപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് നേട്ടം, അതായത് ഓഗസ്റ്റ് 29 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെയും 6.5% നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണ് മോസ്റ്റിപ്പ് ടെക്നോളജീസ്. മോസ്റ്റിപ്പിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? മോസ്റ്റിപ്പിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ കിട്ടിയിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് ദ സ്റ്റോക്ക് ഇസ് ബിക്കം ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ സെൻ ടെക്നോളജീസിലേക്ക് കൂടി വരികയാണ്. സെൻ ടെക്നോളജീസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്ന ഏകദേശം 1.4% ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞൊരു ജൂലൈ 31 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു സൈഡ് വൈസ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. സെൻ ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി സെന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1,400 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, ഒരു താരിഫ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട ഒരു മേഖലയായിരുന്നു ടെക്സ്റ്റൈൽ സെക്ടർ എന്ന് പറയുന്നത്. ടെക്സ്റ്റൈൽ സെക്ടറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ടെക്സ്റ്റൈൽ സെക്ടറിന്റെ കേസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ടെക്സ്റ്റൈൽ സ്റ്റോക്സ്, ചില മേജർ ടെക്സ്റ്റൈൽ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ കേരള ബേസ്ഡ് ആയിട്ടുള്ള കിറ്റെക്സിന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ്, ബെയറിഷ്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരു സ്റ്റോക്കിൽ എസ്പെഷ്യലി കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒത്തിരി വോളറ്റിലിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഗോകുൽദാസ് എക്സ്പോർട്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടന്നിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 950 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് വളരെ എളുപ്പമായിരിക്കത്തില്ല ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട്. നമ്മൾ KPR മില്ലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അഗെയിൻ ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1,100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അടുത്തായിട്ട് VIP ഇൻഡസ്ട്രീസിലേക്കാണ് വരുന്നത്. VIP ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം ഒരു 2% അടുത്തൊരു നേട്ടം നൽകിയ ഓഹരി കൂടിയാണ് VIP ഇൻഡസ്ട്രീസ്. VIP ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? VIP ഇൻഡസ്ട്രിയുടെ കേസിൽ 443 വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ ഹൈ പോസിബിലിറ്റി അറ്റ് ദിസ് പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നമ്മൾ ഈ സ്റ്റോക്ക് വളരെ ശ്രദ്ധിച്ചിരിക്കണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ സ്റ്റോക്കിന്റെ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 485 കാണുന്നത്. അടുത്തായിട്ട് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ലിമിറ്റഡിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൽ ഉൾപ്പെട്ടുള്ള കോറമൻഡൽ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് അല്ലെങ്കിൽ 3 ട്രേഡിംഗ് സെഷൻസിനായിട്ട് തുടർച്ചയായിട്ടൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുന്ന ഒരു ഓഹരി കൂടിയാണിത്. ഇന്നലെയും ഏകദേശം 3.25% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കോറമൻഡൽ ഇന്റർനാഷണൽ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
Coromandel International is a small cap stock, and ഈ സ്റ്റോക്കിന്റെ കേസിൽ കഴിഞ്ഞ 1.5 മാസമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 2160 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അടുത്തായിട്ട് ഫൈനാൻഷ്യൽ സർവീസ് സൂചികൾ ഉൾപ്പെടെയുള്ള ചില ഓഹരികളിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബജാജ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് തുടരുന്നു. ഈ സ്റ്റോക്ക് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ സ്റ്റോക്കിന് 980 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അടുത്തായിട്ട് ജിയോ ഫിനാൻഷ്യൽ സർവീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? ജിയോഫിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് 323 രൂപയിൽ കാണുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡും വീണ്ടും ബുള്ളിഷായി മാറും. സർ, ഒപ്പം തന്നെ റിലയൻസിലേക്ക് കൂടി വരികയാണ്. റിലയൻസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്താത്തൊരു ഹെവി വെയിറ്റ് കൂടിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇന്നലെ ഒരു 0.5% നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. റിലയൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ മികച്ച ഒരു സപ്പോർട്ട് ഏരിയ 1335 കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യരുത്. നമുക്കൊരു പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 1425 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സാറിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് JP പവർ ആണ്. JP പവറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? JP Power is a small cap penny stock, and ഈ കമ്പനിക്ക് ഒത്തിരി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. എങ്കിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സ്റ്റോക്കിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നമ്മൾ കാണാറുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്, ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 21 രൂപയില. വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഇത്തരം സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഒപ്പം തന്നെ ചില റെയിൽവേ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് ജുപ്പിറ്റർ വാഗൺസിലുള്ള താങ്കളുടെ ഒരു ടേക്കാണ്. ജുപ്പിറ്റർ വാഗൺ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ആൻഡ് മറ്റ് പല റെയിൽവേ സ്റ്റോക്സിൽ കാണുന്ന സിമിലർ പാറ്റേൺ ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന് 200 രൂപയിൽ വളരെ മികച്ച സപ്പോർട്ടുണ്ട്, ആൻഡ് കഴിഞ്ഞ 1 മാസമായിട്ട് ഇൻട്രസ്റ്റിംഗ്ലി ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുമുണ്ട്. എങ്കിലും നമുക്കൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 382 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. ഏതായാലും പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നിങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷവും ഒപ്പം തന്നെ ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിന് ശേഷവും മാത്രം നടത്തുക. ഏതായാലും അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് സഫാനോടൊപ്പം വീണ്ടും ജോയിൻ ചെയ്യാം മാർക്കറ്റ് സ്ക്രീനിൽ. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.